യെസ്, നമുക്കിന്ന് പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ നമ്മുടെ സൈസിന് നൈറ്റി ചെയ്തെടുക്കാം, സ്റ്റിച്ച് ചെയ്ത് ഷോൾഡറും കൈക്ക് ജോയിൻ ചെയ്തെടുക്കാമെന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് കൈ സെപ്പറേറ്റ് ചെയ്തെടുത്തതിന് ശേഷം എത്ര നീളം വേണോ അത് വെച്ചിട്ട് നമ്മൾ ആ കൈയുടെ ഷേപ്പിനൊന്ന് വരച്ചെടുക്കുക. എന്നിട്ട് അവിടെ നോട്ട് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ സ്റ്റിച്ചിങ് ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് നല്ല വശം ചേർത്ത് വെക്കാം. ഇങ്ങനെ നല്ല വശം ചേർത്ത് വെക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഫ്രണ്ട് കൈക്കുഴി ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ചത്. അതിനുശേഷം ഫ്രണ്ട് ഒരു 1/2 ഇഞ്ചിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ അത് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ നൈറ്റി എടുത്തിട്ട് പിന്നെ അതുപോലെ ഫ്രണ്ട് അടയാളപ്പെടുത്തണേ എവിടെയാണ് കട്ട് ചെയ്തതെന്ന്. പിന്നെ നമ്മുടെ ഷോൾഡർ എത്രയാണ് വേണമെന്ന് വെച്ചാൽ നൈറ്റിയിലൊന്ന് മാർക്ക് ചെയ്യുക. കറക്റ്റ് ഷോൾഡർ വേണ്ടതും സ്റ്റിച്ച് ചെയ്യാൻ ഒരു 1/2 ഇഞ്ചും അതുകൂടെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യണേ. ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് അതങ്ങനെ നമുക്ക് കട്ട് ചെയ്ത് കളയാം 2 സൈഡും. അങ്ങനെ അതങ്ങ് കട്ട് ചെയ്ത് കളയുക. പിന്നെ ഇതിലും നമ്മൾ ഫ്രണ്ട് പാർട്ട് നമ്മൾ ചുരിദാറിന് കൈക്കുടി കുഴിച്ച് കട്ട് ചെയ്യുമല്ലോ ഫ്രണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഈ നൈറ്റിയിലും ഫ്രണ്ട് ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യുവാണെങ്കിൽ നമുക്കത് ചുരിദാർ ഇടുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും കേട്ടോ. അങ്ങനെ 2 സൈഡും അതും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണേ. അത് മാർക്ക് ചെയ്തതിന് ശേഷം ഒന്ന് കുഴിച്ച് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൽ വേറെ ഒന്നുമില്ല, നമുക്ക് അത് കൈ വെച്ചിട്ട് അതേപടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഡബിൾ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. സ്റ്റിച്ച് ചെയ്താകുമ്പോൾ തന്നെ ഡബിൾ സ്റ്റിച്ച് ചെയ്യണം. പിന്നെ ഇവിടെ പോക്കറ്റ് അത് എനിക്ക് ആവശ്യമില്ല, എനിക്കിഷ്ടമല്ല ഈ പോക്കറ്റ് വെക്കുന്നത്. അങ്ങനെ പിന്നെ അതൊന്ന് മാറ്റിക്കളഞ്ഞ് ഞാൻ നമ്മുടെ കൈയുടെ നീളം എത്തത്തില്ല എന്ന് വെച്ചാൽ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴേ നമ്മുടെ കൈക്കുഴി എത്തിയില്ലെങ്കിൽ അവിടെ കുറച്ച് തുണി വെച്ചടിച്ചതിന് ശേഷം നമ്മുടെ കൈ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. കൈ ജോയിൻ ചെയ്തതിന് ശേഷം ഷേപ്പ് നമ്മുടെ കറക്റ്റ് ഷേപ്പ് നോക്കിയിട്ട് താഴെ വരെ സ്റ്റിച്ച് ചെയ്യണമെന്നില്ല, ഷേപ്പ് ചുരിദാറിന് അടിക്കുന്ന പോലെ അടിച്ചു കൊടുക്കാം. പിന്നെ എനിക്ക് ഇറക്കം കുറയ്ക്കേണ്ടി വന്നില്ല, കറക്റ്റ് ഇറക്കമായിരുന്നേ. അപ്പോൾ ഫൈനൽ കാണാം.